നമ്മുടെ പെൺകുട്ടികൾ അവരാണ് ഈ ഉമ്മത്തിന്റെ അംബാസഡർമാർ. അവരുടെ വേഷം, അവർ തലമറക്കുന്നതും മഫ്ത ധരിക്കുന്നതും നിഖാബും ഹിജാബും ധരിക്കുന്നതും അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും സ്വത്വബോധത്തിന്റെയും ഭാഗമാണ്. നമുക്ക് പല കോലത്തിലും നടക്കാൻ പറ്റും. ഒരു ട്രാക്ക് സൂട്ടും കുപ്പായിട്ടും നടന്നാൽ, ഒരു ടീഷർട്ടും ഒരു ജമ്പറിട്ടും നടന്നാൽ ആരും അറിഞ്ഞില്ല എന്ന് വരും. ഏതാ ജാതി കോലം? ഇപ്പൊ കുറെ കെട്ടും മട്ടും കാതിലും മൂക്കിലും കുത്തുന്ന കാലമാണ്, പറയും വേണ്ട. പക്ഷെ ഒരു പെണ്ണൊരു മുസ്ലിമത്തായ പെൺകുട്ടി എന്തൊരന്തസ്സാണത്. പെൺകുട്ടികളെ, നിങ്ങളുടെ ഹിജാബിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനോടെങ്കിലും നിങ്ങൾ ഇത് ചോദിക്കണം. ഞാനീ പറയുന്നത് എന്താ? ഒരു പെൺകുട്ടി അവളുടെ ചെസ്റ്റും അവളുടെ ക്ലെവേജും അവരുടെ ഷോൾഡറും അവളുടെ വയറും പൊക്കിളൊക്കെ കാണിച്ച് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ ചോദിക്കാറുണ്ടോ എന്തിനാ പെങ്ങളിത് കാണിക്കുന്നത്? മുട്ടിൻ്റെ താഴെയും മുട്ടിൻ്റെ മീതയും തൈയുടെ പകുതിയിലുമൊക്കെ സ്കേർട്ട് ധരിച്ച് നടക്കുമ്പോഴേ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ആരെങ്കിലും ഒന്ന് കമന്റ് പറയാറുണ്ടോ, എന്തേ മോളെ ഇതൊക്കെ കാണിച്ചു നടക്കുന്നു? എന്തേ? അവൾക്കത് കാണിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഈ പറയുന്നവൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിക്ക് അവളുടെ ശരീരം കാണിക്കാൻ അവകാശമുണ്ടെങ്കിൽ ഒരു വിശ്വാസിനിയായ പെൺകുട്ടിക്ക് അത് മറക്കാൻ അവകാശമില്ലേ? ഒരു പെൺകുട്ടിയുടെ അവകാശമല്ലേ അത്? അവൾക്ക് തുറന്നു കാണിച്ച് നടന്ന ആർക്കും ഒന്നും പറയാനില്ല. അത് അവളുടെ അവകാശമാണ്, അവളുടെ പേഴ്സണൽ ചോയ്സ്. മറക്കുന്നതും അവളുടെ പേഴ്സണൽ ചോയ്സാണ്. അതിനെന്തിനാ പിന്നെ കൊമ്പ് കോർക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അത് അവളുടെ പേഴ്സണൽ ചോയ്സ്. അവൾ അവളുടെ മതം പഠിച്ചവളാണ്. ഈ ലോകം ശാശ്വതമാണെന്ന് ബോധിച്ചവളാണ്. പരലോകമുണ്ടെന്ന് വിശ്വസിച്ചവളാണ്. പുണ്യ റസൂലിലും ഖുർആനിലും വിശ്വസിക്കുന്നവളാണ്. അതുകൊണ്ട് she has a right to cover up herself. അതുകൊണ്ട് നമ്മുടെ മക്കൾ ആരും നിരാശപ്പെട്ടു പോകരുത്. ധാർമ്മികതയിൽ അന്തസ്സോടെ നിങ്ങൾ പിടിച്ചു നിൽക്കുമ്പോൾ അഭിമാനമാണ്. നിങ്ങൾ ഈ ഉമ്മത്തിന്റെ അഭിമാനം ഉയർത്തി കാണിക്കുന്നവരാണ്. ഈ ദീൻ കാലാകാലങ്ങളിൽ സുശക്തമായി നിലനിൽക്കും. എത്രയധികം പരിഹാസം ഈ ദീനിനെതിരെ വരുന്നുണ്ടോ അവരെ കൊണ്ടൊക്കെ ഇസ്ലാമിന് മെച്ചമേ ഉണ്ടായിട്ടുള്ളൂ. എത്ര യുക്തിവാദികളും എക്സും അല്ലാത്തതുമായ ആളുകൾ ഇസ്ലാമിനെതിരെ പറയാൻ വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ സമ്മാനം കൊടുക്കണം എന്ന് എൻ്റെ അഭിപ്രായം. കാരണം ചില്ലറയൊന്നുമല്ല അവർ ഈ ഉമ്മത്തിന് നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ അവസരമുണ്ടാക്കി തരുന്നത്. അവരാ ആരോപണം ഉന്നയിക്കുമ്പോഴല്ലേ ഇപ്പുറത്ത് പഠിക്കാൻ നിൽക്കുന്നത്. ആർക്കെങ്കിലും അറിയായിരുന്നു എന്താ വഖഫ് നിയമമെന്ന്? വഖഫ് പഠിച്ചില്ലേ? എന്തെല്ലാം നിയമങ്ങൾ പഠിച്ചു? ഇതൊക്കെ ഇവന്മാരെ തോണ്ടുമ്പോഴല്ലേ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് പഠിക്കാൻ അവസരമുണ്ടാക്കി തരികയാണവർ.